ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക് മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയത്? മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഭരതനാട്യം. ആദ്യകാലത്ത് മിൻറ്റെ നെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം? വോളിബോൾ. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ചൈന. പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? നെല്ല്. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ഔദ്യോഗികമായ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമൽ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം? പ്രൊപ്പെയ്ൻ, ബ്യൂട്ടേൻ. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധതയാണ് നിശാന്തത. അശ്വമേധം പ്രചാരണം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഏതാണ്? പേൻ. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്ന ലായനി ഏതാണ്? ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനം.